നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാളം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനവും സ്കൂൾ വാർഷികവും ആഘോഷിച്ചു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ സനാതന ധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം സമാപിച്ചു. KV കൊച്ചുകൃഷ്ണ ഗണകൻ സ്മാരക സംസ്കൃത സേവാ പുരസ്കാരം സംസ്കൃത അധ്യാപകൻ C പ്രകാശന് സമ്മാനിച്ചു. വലച്ചിറ നാദം ഓർക്കസ്ട്ര P ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനവും സ്കൂൾ വാർഷികവും ആഘോഷിച്ചു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരായ പ്രധാന അധ്യാപകൻ സ്റ്റൈനി ചാക്കോ, ഷൈബി ആന്റണി, CM ജോളി, PV ഷീല എന്നീ അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ആദരവും സമ്മാന വിതരണവും നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോയ് അടമ്പുകുളം ഫോട്ടോ അനാച്ഛാദനവും സാംസ് സ്കൂൾ ആപ്പിന്റെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ടോബി തോമസ്, ഫാദർ തോമസ് കാക്കശ്ശേരി, PTA പ്രസിഡന്റ് ഡെന്നസ് പെല്ലിശ്ശേരി, PTA വൈസ് പ്രസിഡന്റ് AR ജോഷി, KB പുഷ്പ, ജാൻസി ജോണി എന്നിവർ വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, സുനില റോയ്, PR യശോദ, PL ടോണി, CF ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ സനാതന ധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം സമാപിച്ചു. KV കൊച്ചുകൃഷ്ണ ഗണകൻ സ്മാരക സംസ്കൃത സേവാ പുരസ്കാരം സംസ്കൃത അധ്യാപകൻ C പ്രകാശന് സമ്മാനിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, KR സതീശൻ, സ്വാമി സദ്ഭവാനന്ദ, KP ഹരിദാസ്, K സ്മിത എന്നിവർ സംസാരിച്ചു. സംപൂജ്യ പുരുഷോത്തമാനന്ദ സരസ്വതി സന്ദേശം നൽകി. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ മുഴുവൻ ഇന്ന് യുവജന ദിനമായിട്ട് ആഘോഷിക്കുന്നു. വേലൂർ മഠത്തിലേക്ക് 10,000-കണക്കിന് യുവാക്കൾ ഇന്ന് എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് സാഹിത്യ അക്കാദമിയിൽ വലിയൊരു പരിപാടി നമ്മൾ രാമകൃഷ്ണ മഠത്തിൻ്റെയും പിന്നെ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി സഹകരിച്ച് നടത്തിയിരുന്നു. വിവേകാനന്ദൻ ലോകത്തിൻ്റെയാണ്. ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെയാണോ ഈ ലോകത്തിൻ്റെ, അതേപോലെ തന്നെയാണ് വിവേകാനന്ദനും. ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തിൻ്റെ മഹത്വം, ശ്രീരാമകൃഷ്ണദേവൻ ഈശ്വര ദർശനത്തിന് വേണ്ടി വിവേകാനന്ദ സ്വാമിജനെ അദ്ദേഹത്തെ സമീപിക്കുന്നത് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യമായിട്ടാണ്. അങ്ങനെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിന്നെ കാണുന്നതിന് വ്യക്തമായിട്ട് ഈശ്വരനെ കാണുന്നു എന്ന് പറഞ്ഞ് നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമിജി ശിഷ്യത്വം സ്വീകരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള കാളി ദേവിയെ ഉപാസിച്ച് അവസാനം കാളി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. പിന്നീട് ഭഗവാന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും കാളിദേവി ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിൽ ഭഗവാന്റെ കൂടെ നടക്കുന്നതും. ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതം വായിച്ചവർക്ക് മനസ്സിലാവും. ശ്രീരാമകൃഷ്ണദേവൻ കൊടുക്കുന്ന ലഡു പോലത്തെ പ്രസാദം സ്വീകരിക്കുന്നതും ഭഗവാൻ കാളിദേവിക്ക് വേണ്ടിയിട്ട് ദശേശ്വരം ഉദ്യാനത്തിൽ ഇങ്ങനെ പൂക്കളൊക്കെ പറിക്കാൻ പോകുമ്പോൾ ഭഗവാന്റെ കൂടെ ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിലൊക്കെ ഭഗവാനെ സഹായിക്കുന്ന രംഗങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതവും വിവേകാനന്ദ ജീവിതമൊക്കെ ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെ പുസ്തകങ്ങൾ ഇവിടെ കിട്ടും. നിങ്ങൾ വായിക്കണം. ആരാണ് ശ്രീരാമകൃഷ്ണദേവൻ, വിവേകാനന്ദ മനസ്സിലാവും. നമ്മൾ അഭിമുഖീകരിക്കുന്ന തീക്ഷ്ണവും തീവ്രവുമായ യാഥാർത്ഥ്യങ്ങളോട് അതിനെ അഭിമുഖീകരിക്കുന്നതിനും അതിനെ മറികടക്കുന്നതിനും നമ്മളിൽ ഓരോരുത്തരെയും നമ്മുടെ സമാജത്തെയും ശക്തവും സജ്ജവുമാക്കുന്നതിന് വേണ്ടിയാണ് ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം തുടങ്ങിയത്. ഇതിന്റെ സന്ദേശം തന്നെ ശക്തീകരണത്തിലൂടെ സർവ്വ-ഐശ്വര്യത്തിലേക്ക് എന്നതാണ്. ഇത് മറന്നു പോകരുത്. പലപ്പോഴും ആഘോഷത്തിമപ്പുകളുടെയും മറ്റു പ്രസംഗങ്ങളുടെയും ബഹളങ്ങൾക്കിടയിൽ നമ്മൾ ഈ മൗലിക സന്ദേശം, ആറാട്ടുപുഴ സമ്മേളനത്തിന്റെ മൗലികമായ സന്ദേശം മറന്നു പോകുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്.
അതിൽ വ്യക്തമായി നമ്മൾ സ്വദേശപൂർവ്വം കരുപിടിപ്പിച്ച ആവിഷ്കരിച്ച 2 പദങ്ങളാണ്, സംയുക്ത പദങ്ങളാണ്. ശാക്തീകരണത്തിലൂടെ സർവ ഐശ്വര്യത്തിലേക്ക്. പ്രമുഖ സ്ഥാനം അതിൽ കൊടുത്തത് ശക്തിക്കാണ്, ബലത്തിനാണ്, കരുത്തിനാണ്. ഈ ബലത്തെക്കുറിച്ച് ഏറ്റവും അധികം പറഞ്ഞ വ്യക്തികളാണ്, നമുക്ക് പറഞ്ഞു തന്ന വ്യക്തി കൂടിയാണ് വിവേകാനന്ദ സ്വാമികൾ. വല്ലച്ചിറ നാദം ഓർക്കസ്ട്ര പി ജയചന്ദ്രന് അനുസ്മരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ദീർഘകാലമായി രോഗബാധിതനായിരുന്നു. എന്നിരുന്നാലും പൊതുവേദികളിലൊക്കെ അദ്ദേഹം എത്തിയിരുന്നു. പെട്ടെന്നാണ്, പ്രായമുണ്ടെങ്കിലും പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചത്. മലയാളത്തിന് ഒത്തിരി നല്ല ഗാനങ്ങൾക്ക് ശബ്ദം നൽകുകയും അത് മലയാളിയുടെ മനസ്സിൽ വലിയ രീതിയിൽ ഇടം പിടിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൻ്റെ നല്ല പ്രധാന പാട്ടുകളൊക്കെ അദ്ദേഹം പാടുകയും ആ പാട്ടുകളുടെ പ്രത്യേകത, യേശുദാസിനോളം പാട്ടുകളൊന്നും അദ്ദേഹം പാടിയിട്ടില്ല. പക്ഷേ പാടിയ പാട്ടുകളെല്ലാം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും ആ പുരസ്കാരങ്ങളൊക്കെ മലയാളത്തിൻ്റെ അംഗീകാരമായിട്ട് മാറുകയാണ്. മലയാളിക്ക് ഇനി ജയചന്ദ്രൻ്റെ ശബ്ദം ഇനി നമുക്കില്ല. ഒത്തിരി നല്ല ഗാനങ്ങൾ, പുതിയ ഗാനങ്ങൾ, പുതിയ തലമുറയുടെ ഗാനങ്ങൾ പോലും അദ്ദേഹം വളരെ ഭംഗിയായി. ഈ അടുത്ത കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ നമ്മളുടെ കാതുകളിലെത്തുകയും നമ്മളുടെ കാതുകളെ വളരെയധികം സംഗീതത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രന്റെ ഇന്നത്തെ ഈ അനുസ്മരണം നമുക്ക് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നമ്മുടെ മാധ്യമങ്ങള് എന്തൊക്കെയാണ്, കാരണം വെച്ചാൽ നമുക്ക് വായിച്ച് തീർക്കാൻ തന്നെ കഴിയുന്നില്ല. നവമാധ്യമങ്ങൾ ആയാലും നമ്മുടെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ നമുക്ക് അത്ര കാര്യങ്ങളും അറിവുകളാണ് നമുക്ക് നേടാനായിട്ട് ജയചന്ദ്രനെ കുറിച്ചും നമ്മുടെ സംഗീതത്തെ കുറിച്ചും വന്ന 1958 മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെടിയായ എന്തും ആരുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആ ഒരു ആർജവും കൂടി സാധാരണ കലാകാരന്മാരൊക്കെ ഒന്ന് പതുങ്ങാണ് സാധാരണ ചെയ്യുക. കാരണം അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും അവർ താന്നു കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഒരു എന്താ പറയുക, ശക്തനായ ഒരു പോരാളി കൂടിയായിരുന്നു പ്രിയപ്പെട്ട ജയചന്ദ്രൻ. കാലം ഒരാളെ മറക്കപ്പെടുമ്പോൾ അടയാളപ്പെടുത്തി, ഞാൻ നേരത്തെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അടയാളപ്പെടുത്തി പോയവരെ ഒരിക്കലും നമ്മൾ മറക്കരുത് എന്നുള്ള ആ വലിയ ഒരു ബോധ്യം, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വല്ലച്ചിറയിലാണ് അതിന് മാതൃക കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലം. കാരണം വല്ലച്ചിറ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക ഗ്രാമമായിട്ട് എല്ലാവരും പറയുമ്പോൾ ആ സാംസ്കാരിക ഗ്രാമത്തിൽ തന്നെ ആ ഒരു അടയാളപ്പെടുത്തൽ, അല്ലെങ്കിൽ ഇത്രയും കാലം 10,000-ലേറെ പാട്ടുപാടി മലയാളത്തിൻ്റെ ഒരു ഭാവഗായകനായി നിലനിന്നിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി ഇത്തരമൊരു സാഹചര്യം, ഇത്തരമൊരു ഓർമ്മപ്പെടുത്തൽ, ഒരു ബാഷ്പാഞ്ജലി നടത്താനായിട്ട് കാണിച്ച ഒരു മനസ്സും അല്ലെങ്കിൽ ആ ധീരതയും നമുക്കറിയാം. ചെയ്യുന്നവരെ പറയാനായിട്ടായിരിക്കും ആളുകളുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ അതിൻ്റെ പക്ഷെ അത് ചെയ്യാനെടുക്കുന്ന മനസ്സും അത് ചെയ്യാൻ കാണിക്കേണ്ട ഉത്തരവാദിത്വവും അതൊക്കെ ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സാമൂഹിക പ്രതിബദ്ധത. നാദം ഓർക്കസ്ട്ര പ്രസിഡന്റ് NT രമേശ് അധ്യക്ഷത വഹിച്ചു. സെബി പിടിയത്ത്, സിജോ എടപ്പള്ളി, NN വിജയൻ, TK ജയൻ എന്നിവർ സംസാരിച്ചു. ദിലീപൻ, മല്ലിക, NT രമേശ്, ഡേവിസ്, ദീക്ഷക് തുടങ്ങിയവർ ജയചന്ദ്രന്റെ ഗാനങ്ങൾ ആലപിച്ചു. സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാളിന് കൊടികയറി.
റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ തിരുനാൾ കൊടിയേറ്റം നടത്തി. രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് താന്യം സെയിന്റ് പീറ്റേഴ്സ് ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ കള്ളിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പഴുവിൽ ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ തിരുനാൾ കൊടിയേറ്റം നടത്തി. തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും നടന്നു. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ട്രസ്റ്റിമാരായ ആന്റോ മേക്കാട്ടുകുളം, ഡിനോ ദേവസി, ടിൻഡോ ജോസ്, അനിൽ ആന്റണി, തിരുനാൾ ജനറൽ കൺവീനർ സ്റ്റീഫൻ ലാസർ, പബ്ലിസിറ്റി കൺവീനർ എൽഫ്രഡ് ബേബിച്ചൻ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 17, 18, 19 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ജനുവരി 17 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടക്കും. ജനുവരി 18 ശനിയാഴ്ച വൈകിട്ട് 5 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രസൂതേന്തി വാഴ്ച, കൂട് തുറക്കൽ ശുശ്രൂഷകൾ. തിരുനാൾ ദിനമായ 19 ഞായറാഴ്ച രാവിലെ 6-നും 8:30 വിശുദ്ധ കുർബാന, 10:30 ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന, വൈകിട്ട് 4 വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം എന്നിവയും 8-ാം ഇടം ജനുവരി 26-നും നടക്കും. ചേനം നിറവ് റെസിഡൻസ് അസോസിയേഷൻ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് PP അജയൻ, സെക്രട്ടറി KK ഷംസു, ട്രഷറർ ഷാജി ഗോപി, രക്ഷാധികാരി VS നജീബ്, അസോസിയേഷൻ അംഗം രമ്യ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാപ്രാണം കുഴിക്കാട്ട് കോണത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്ന ദമ്പതികളെ തടഞ്ഞു നിർത്തി 3 കിലോ വെള്ളി ആഭരണങ്ങൾ തട്ടിയെടുത്തതായി പരാതി. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാപ്രാണം സെന്ററിൽ ജ്വല്ലറി നടത്തിയിരുന്ന കുഴിക്കാട്ടുകുളം സ്വദേശി മാർവാടിയായ അശോക് ചവാനും ഭാര്യയും ജ്വല്ലറി അടച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആയിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 2 പേർ ആദ്യം സഞ്ചി തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും അത് കഴിയാതെ വന്നപ്പോൾ തിരിച്ചു വന്ന കത്തി കാണിച്ച് സഞ്ചി തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയുമായിരുന്നുവെന്ന് പറയുന്നു. 3 കിലോ വെള്ളി ആഭരണങ്ങളാണ് സഞ്ചിയിലുണ്ടായിരുന്നത്. സംഭവത്തെ തുടർന്ന് SP കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തു നിന്ന് സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒല്ലൂരിലെ അറവുശാലകളിൽ നിന്ന് മാംസങ്ങൾ പിടികൂടി. 4000 കിലോയോളം മാംസം പിടിച്ചെടുത്തു. കുരിയച്ചിറയിൽ പ്രവർത്തിക്കുന്ന അറവുശാലയിൽ നിന്ന് അറക്കാതെ ഒല്ലൂർ മാർക്കറ്റിൽ വെച്ച് പരിശോധനയില്ലാതെ അനധികൃതമായി മൃഗങ്ങളെ അറക്കുന്നുവെന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഒല്ലൂർ മാർക്കറ്റ്, പടവരാട്, അയ്യന്തോൾ എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു. പിടിച്ചെടുത്ത മാംസം നശിപ്പിച്ചു. ഒല്ലൂർ ചീരാച്ചിയിൽ KSRTC ബസ് ഇടിച്ച് വയോധികരായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. രാവിലെ പള്ളിയിലേക്ക് പോയ സ്ത്രീകളാണ് മരിച്ചത്. ചിയാരം വാകയിൽ റോഡ് സ്വദേശികളായ പൊറാട്ടുകര വീട്ടിൽ ദേവസിയുടെ ഭാര്യ 72 വയസ്സുള്ള എൽസി, പൊറാട്ടുകര വീട്ടിൽ റാഫേലിന്റെ ഭാര്യ 73 വയസ്സുള്ള മേരി എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. ചിയാരം ഗലീലി പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകുന്നതിനായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലായിരുന്നു അപകടം. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും തൽക്ഷണം മരിച്ചു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇരുവരുടെയും മൃതദേഹങ്ങൾ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ശാസ്താവിന് വസോർധാര ചൊവ്വാഴ്ച നടക്കും. രാവിലെ വസോർധാര നെയ്യഭിഷേകം, നവകാഭിഷേകം, നവാഭിഷേകം എന്നീ വിശേഷാൽ വഴിപാടുകൾ നടത്തും. ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, ത്രികാല പൂജ, വൈകിട്ട് നിറമാല എന്നീ വിശേഷാൽ ചടങ്ങുകളും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9447991586 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി.
സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ ദിനവും സ്കൂൾ വാർഷികവും ആഘോഷിച്ചു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ സനാതന ധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം സമാപിച്ചു. KV കൊച്ചുകൃഷ്ണ ഗണകൻ സ്മാരക സംസ്കൃത സേവാ പുരസ്കാരം സംസ്കൃത അധ്യാപകൻ C. പ്രകാശന് സമ്മാനിച്ചു. വലച്ചിറ നാദം ഓർക്കസ്ട്ര P. ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.